Hello everyone, welcome to Expert Gang Corporate Training. നമ്മൾ സംസാരിക്കുന്നത് സ്ലൈസേഴ്സ് ഫംഗ്ഷനെ കുറിച്ചാണ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. അപ്പം നേരത്തെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിവറ്റ് ടേബിൾ. സോ ഇത് പിവറ്റ് ടേബിളിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വേറൊരു ഫംഗ്ഷനാണ് സ്ലൈസേഴ്സ്. അപ്പം ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം ചോദിക്കുന്നത് ആദ്യം ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അടുത്തത് സിസ്റ്റം ഷീറ്റ് എവിടെയാണ് സ്ലൈഡേഴ്സ് ഇൻസേർട്ട് ചെയ്യേണ്ടത് കൊടുത്തു. ഇപ്പോൾ ഞാനൊരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. കസ്റ്റമൈസേഷൻ ആണ് പിവറ്റ് ടേബിൾ. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ ഒരു വലിയൊരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ടാകും. അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഈ വർക്ക്ഷീറ്റിലും പറ്റും. അതേപോലെ നമുക്ക് വേറൊരു പുതിയൊരു എക്സൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ഡാറ്റ അവിടെ തന്നെ കിടക്കും. അപ്പം ആ ഒരു ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് പിവറ്റ് ടേബിൾ. സോ ഇവിടെ പിവറ്റ് ടേബിൾ നോക്കുമ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു കസ്റ്റമൈസ്ഡ് വേർഷൻ അതായിരിക്കും സ്ലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസിൻ്റെ അണ്ടറിൽ ഇൻസേർട്ട് സ്ലൈസേഴ്സ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ടീം, കൺട്രി, ചാമ്പ്യൻസ് ലീഗ്, ഗെയിംസ് പ്ലേഡ്, പോയിന്റ്സ്. അതായത് നമ്മൾ പിവറ്റ് ടേബിളിൻ്റെ അതേ സെയിം കാറ്റഗറിയാണ് ഇവിടെ വരുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു ടീം സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു. അപ്പോൾ എനിക്കൊരു സ്ലൈസേഴ്സിൻ്റെ ഒരു ചാർട്ട് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഞാൻ ആർസണൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിവറ്റ് ടേബിളിൽ ആർസണലിൻ്റെ ഡാറ്റ മാത്രം കിട്ടും. ബയേൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബയേണിൻ്റെ ഡാറ്റ, ബൊറൂസിയ ആണെങ്കിൽ ബൊറൂസിയയുടെ ഡാറ്റ മാത്രം കിട്ടും. ഹാംബർഗർ, ലാസിയോ. അപ്പോൾ സ്ലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിവറ്റ് ടേബിളിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്ലൈസേഴ്സ്. അതായത് കുറച്ചുകൂടെ ഒരു കസ്റ്റമൈസ്ഡ് രീതി, അല്ലെങ്കിൽ ഇതൊരു സോഫ്റ്റ്വെയർ പോലെ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഏതാണോ വേണ്ടത്, ഇപ്പോൾ ഞാൻ ഇത് ഫുൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. ഇപ്പോൾ സ്ലൈസേഴ്സ് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. സ്ലൈസേഴ്സ് റിമൂവ് ചെയ്തിട്ട് എനിക്കിപ്പം വേറെ ഇപ്പം റിമൂവ് കൊടുത്തു. അപ്പോൾ ഞാൻ ഇനി വീണ്ടും പോയിട്ട് വേറൊരു സ്ലൈസർ ഇൻസേർട്ട് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കൺട്രി കൊടുത്തു. അപ്പം എനിക്ക് അതിൻ്റെ ഓപ്ഷൻസ് വരും. അപ്പം ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് എത്ര ടീമുണ്ട് എന്നുള്ള ഡാറ്റ ആയിട്ട് കിട്ടും. ഇപ്പോൾ ജർമ്മനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജർമ്മനിയിൽ നിന്ന് എത്ര ടീമുണ്ട്, ഇറ്റലി ആണെങ്കിൽ അങ്ങനെ. സോ പിവറ്റ് ടേബിളിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സ്ലൈസേഴ്സ്. അപ്പോൾ കുറച്ചുകൂടി ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ നമ്മൾക്ക് എക്സലിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് സ്ലൈസേഴ്സ്.